അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു സദസ്സിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാനും നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് മനസ്സിലാക്കിയ കുറച്ച് ദീനീ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാനുമൊക്കെയുള്ള ഒരവസരം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ സദസ്സിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രത്യേകമായ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ധന്യമായിരിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി എല്ലാവരും ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾക്കിവിടെ ജീവിക്കുന്ന ആയുസ്സ് കിട്ടിയിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക, എന്നിട്ട് അവസാനം ഇവിടുന്ന് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര പോകുന്ന സന്ദർഭത്തിൽ വളരെ തൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര പോവുക. അതായിരിക്കണം നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എൻ്റെ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെയാണല്ലോ, ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയം എങ്ങനെ അവതരിപ്പിക്കുമെന്നതിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ വിഷയം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വളരെ ഗൗരവമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഒന്നും പോവാതെ തന്നെ ഈ നന്മകളെ സംബന്ധിച്ച്, തിന്മകളെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഗൗരവമായ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തെക്കാൾ ഉപരി നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില നന്മകളെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിക്കൊണ്ട് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ഒരു വചനത്തിൽ പറഞ്ഞൊരു ഭാഗമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും അള്ളാഹു ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ആരാണ് ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏറ്റവും നല്ല കർമ്മങ്ങൾ ഇവിടുന്ന് ചെയ്യണം പോകുന്നതിന് മുമ്പ്. അതിന് സാമ്പത്തികമായിട്ട് സൗകര്യമുള്ള ആളുകൾക്ക് മാത്രമാണോ ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക? അല്ല. സാമ്പത്തികമായിട്ട് സൗകര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ലോകത്ത് വെച്ച് പുണ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അള്ളാഹു മനുഷ്യരോട് അനീതി കാണിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളൊക്കെ മനസ്സിലാക്കിയത്, ഇവിടെ ബുദ്ധിയുള്ള, പക്വതയുള്ള, താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപാട് നന്മകൾ ചെയ്തു പോകാൻ കഴിയും. പക്ഷെ വേണ്ടത് എന്താണെന്നറിയാമോ? ഒരു ചെറിയ ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ 1-2 ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ ത്വലീഖ്. നീ നന്മയിൽ നിന്ന് ഒന്നും നിസ്സാരമാക്കരുത്. നീ നിന്റെ കൂട്ടുകാരനെ കാണുന്ന സന്ദർഭത്തിൽ, നിന്റെ സഹോദരനെ കാണുമ്പോൾ
നിനക്കൊന്ന് പുഞ്ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ അത് നിനക്ക് നാളെ തുലാസിൽ നന്മ തൂങ്ങുന്ന, ഘനം തൂങ്ങുന്ന ഒരു കാര്യമായിട്ട് നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ കാണുമ്പോൾ അയാൾക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു സമ്മാനം സലാം പറഞ്ഞതിന് ശേഷം ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ആ പുഞ്ചിരി നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുകയാണ് എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ധർമ്മത്തോടുകൂടി, നന്മയോടുകൂടി ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ആർക്കാ കഴിയുക? സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ളവന് മാത്രമൊന്നും കഴിയുന്ന കാര്യമല്ല. പക്ഷെ എനിക്കൊരാളോടൊന്ന് പുഞ്ചിരിക്കണം എന്ന് മനസ്സ് വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രഭാതം മുതൽ വൈകുന്നേരം അയാൾ വിരിപ്പിലേക്ക് പോകുന്നതുവരെ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ആ നന്മ ശേഖരിക്കാൻ കഴിയും. അതുമാത്രവുമല്ല, അതൊരു നന്മയേക്കാൾ ഉപരി ആ മനുഷ്യനുമായിട്ടുള്ള ഏറ്റവും നല്ല സുദൃഢമായിരിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ കൂടെ ഭാഗമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാളെ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് കൈ കൊടുക്കുക, അയാൾക്കൊന്ന് കൈ കൊടുക്കുക. ആ കൈ കൊടുക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ പുഞ്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി ഒരാത്മബന്ധം ഈ മനുഷ്യനുമായിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഇടക്ക് ഒരാളെ കാണുമ്പോൾ ചില സമയത്തെങ്കിലും ഒന്ന് ചിരിക്കാനോ ഒന്ന് കൈപിടിക്കാനൊന്നും കഴിയാറില്ല. ആ കൈപിടിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ അറബിയിൽ മുസാഫഹത്ത് എന്നാ പറയല്ലേ. ആ മുസാഫഹത്തിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിട്ട് നമ്മോട് പറഞ്ഞത്, മാമിൻ മുസ്ലിമൈൻ യൽതഖിയാനി വയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിക. രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടി, എന്നിട്ട് അയാൾ പരസ്പരം ഒന്ന് കൈപിടിച്ചു. എത്ര നേരമാണോ ആ ആളുമായിട്ട് നമ്മൾ കൈപിടിച്ച് നിൽക്കുന്നത്, അത്രയും സമയം നിങ്ങളുടെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് നിങ്ങൾ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ മാഞ്ഞു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇവിടെ ഭാരമുള്ളത്? ഒന്നുമില്ല. ഞാനൊരാളെ കാണുന്നു, അയാളോടൊന്ന് ചിരിക്കുന്നു. ഞാനൊരാളെ കാണുന്നു, അയാളോട് ചിരിച്ചതിന് ശേഷം അയാളുടെ കൈയൊന്ന് പിടിക്കുന്നു. ആ കൈയൊന്ന് ഞാൻ പിടിക്കുന്ന സന്ദർഭത്തിൽ എത്ര നേരം ഞാൻ അയാളോട് സൗഹൃദ സംഭാഷണം നടത്തുന്നുവോ, അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ ചോദിക്കുന്നുവോ, ആ സന്ദർഭത്തിലെല്ലാം തന്നെ നീ കാണിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മനസ്സുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയിരിക്കുന്ന ചെറിയ പാപങ്ങളെല്ലാം തന്നെ മാഞ്ഞു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രൂപത്തിൽ നമ്മുടെ തുലാസിന് ഘനം തൂക്കാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ നമസ്കാരത്തിലേക്ക്, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമായ നമസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അവതീർണമായിരിക്കുന്ന ഈ പരിശുദ്ധ റമളാനിലെ ഖുർആൻ പാരായണത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ വൈകുന്നേരമാകുമ്പോഴേക്ക്, പ്രദോഷമാകുമ്പോഴേക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് പുലർത്താൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തു പോകാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ പറഞ്ഞു, നബിയെ, പണം നേടിയിരിക്കുന്ന ആൾക്കാർ പുണ്യവും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ പ്രശ്നം പറയുന്നു പറഞ്ഞു. ഒന്നുമില്ല, ഞങ്ങൾ നമസ്കാരത്തിന് നേരത്തെ പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ അവിടെ വെച്ച് നമസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പണക്കാരായിരിക്കുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതേപോലെ തന്നെ നോമ്പ് നോൽക്കുന്നുണ്ട്, ഈ പണക്കാരായിരിക്കുന്ന ആൾക്കാരും നോമ്പ് നോൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന ചില പുണ്യകർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ആളുകൾ വന്ന് സഹായത്തിന് ചോദിക്കുമ്പോൾ ആ സാമ്പത്തികമായിരിക്കുന്ന സഹായം നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ പുണ്യം നേടിക്കൊണ്ട് ഈ പണക്കാരായിരിക്കുന്ന ആളുകൾ പോയി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പുണ്യങ്ങൾ ധാരാളം വാരിക്കൂട്ടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അനുചരന്മാർ, ഈ സ്വഹാബിമാർ വളരെ സന്തോഷവാന്മാരായി. എന്നിട്ട് ഈ സന്തോഷവാന്മാരായിരിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങളുടെ നാവിന് ഭാരമില്ലാത്ത, എന്നാൽ തുലാസിന് ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുന്ന സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലയും നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണ് എങ്കിൽ
അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചെയ്യാൻ തുടങ്ങി. പള്ളിയിൽ നിന്ന് അവരിടയ്ക്കൊക്കെ ഇങ്ങനെ ചൊല്ലും. അല്ലാതെ ഫ്രീ കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ അവരിങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പം പണക്കാരായിരിക്കുന്ന ആൾക്കാർ ഈ അനുചരന്മാരോട് ചോദിച്ചു, പ്രവാചകന്റെ ഈ അനുയായികളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കുറച്ച് അധികമായിക്കൊണ്ട് ചില പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എന്താണത്? ആ പുണ്യകർമ്മങ്ങൾ എന്താണ്? ഒന്നുമില്ല, ഞങ്ങളുടെ തുലാസിന് ഘനം തൂക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ ദിക്റുകൾ ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുകയാണ്. അപ്പം ഞങ്ങൾക്കത് ചെല്ലാൻ പറ്റൂലെന്ന് വെച്ചു. അത് നിങ്ങൾക്കും ചെല്ലാം. അങ്ങനെ ഇത് കേട്ടിട്ട് ഈ പണക്കാരായിരിക്കുന്ന ആളുകൾ ഈ ദിക്റുകൾ ആവർത്തിച്ച് ചെല്ലുകയാണ്. ആവർത്തിച്ച് ചൊല്ലി ആ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും എല്ലാം തന്നെ ഈ പണക്കാരായിരിക്കുന്ന ആളുകളും ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഈ പാവപ്പെട്ട ആൾക്കാർ പോയി പരാതി വീണ്ടും പറഞ്ഞു, റസൂലേ, ആ പുണ്യവും കൊണ്ട് അവർ പോയി. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്ന ആ പുണ്യം കൊണ്ട് അവർ പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരാശയം ഓതി കൊടുത്തു അവർക്ക്. ദാലിക ഫദ്ലുല്ലാഹി യൂതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. ചില ആളുകൾക്ക് അള്ളാഹു ഇങ്ങനെ പുണ്യം ചെയ്യാൻ വല്ലാത്ത ഒരു താല്പര്യം കൊടുക്കും. അത് അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു വലിയ ഔദാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഔദാര്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വേജാറും വെപ്രാളപ്പെടുന്നു വേണ്ട. അവരും ആ പുണ്യം ചെയ്തോട്ടെ, നിങ്ങളും ആ പുണ്യം ചെയ്യാം. ഇവിടെ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, ഇവരുടെ ഒരു താല്പര്യം. എന്താണ് ആ താല്പര്യം? വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകൾ ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവരുടെ ജീവിതത്തിൽ വല്ലാത്ത പരിവർത്തനം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന അവസരങ്ങളെ മുഴുവനും നന്മകൾ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തി എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ, ജമാഅത്ത് നമസ്കാരത്തിലേക്ക് മാത്രം പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ, അയാൾ വാരിക്കൂട്ടുന്ന പുണ്യത്തെ പറ്റി പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. പ്രവാചകൻ അത് വ്യത്യസ്ത രൂപത്തിൽ ഹദീസിലൂടെ പഠിപ്പിച്ചു. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന വലിയൊരു വേദിയല്ലേ ഈ പരിശുദ്ധ റമദാൻ. നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും നല്ല ഒരു ശീലം തുടങ്ങേണ്ട ഒരു മാസമാണ്. ചിലർക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ അങ്ങനെ പോകാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും, ഒരു ജമാഅത്ത് മിസ്സായി കഴിഞ്ഞാൽ എത്ര വലിയ നഷ്ടമാ പ്രിയപ്പെട്ടവരെ അയാൾ വരുത്തുന്നത്. അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്നാണ് ഓതെടുക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, മൻ തത്വഹറ ഫീ ബൈതിഹി. വീട്ടിൽ നിന്ന് ഓതെടുത്തു. വീട്ടിൽ നിന്ന് ഓതെടുത്തിട്ട് അയാളുടെ ലക്ഷ്യം എന്താ? നമസ്കാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിർവഹിച്ചിട്ടാണ് പോവുക. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളാക്കരുത്. നിങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് വീടിനെ ധന്യമാക്കണം. ആണുങ്ങളോട് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഓതെടുത്തിട്ട് പോവുകയാണ്. ആ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ എടുത്തു വെക്കുന്ന വലത്തെ കാല് ഞാൻ എടുത്തു വെക്കുമ്പം എൻ്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ മാഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിരിക്കുന്ന ചെറിയ പാപങ്ങൾ അതുവഴി മാഞ്ഞു പോയി എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാല് അയാൾ എടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ ഈ ലോകത്തും പരലോകത്തും അയാൾക്ക് പ്രത്യേകമായിരിക്കുന്ന പദവികൾ അള്ളാഹു നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ രണ്ട് പുണ്യം മാത്രമല്ല, ഒന്നുകൂടി നബി പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ മായുന്ന, നിങ്ങളുടെ പദവി ഉയർത്തിത്തരുന്ന 2-3 സംഗതികൾ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുചരന്മാർ പറഞ്ഞു, അതെ, പറഞ്ഞു തരി പ്രവാചകരെ. ഇസ്ബാഹുൽ വുളു ഇൻദൽ മക്കാരി. ഒന്നാമത് പറഞ്ഞു, ഒളു എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ മുട്ടുവരെ കഴുകാൻ പറഞ്ഞിട്ടുള്ളൂ എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് തണുപ്പും അനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ മുട്ടിൽ നിന്ന് കുറച്ചുകൂടി നിങ്ങൾ കയറ്റി കഴുകിക്കോളി. കുറച്ച് ഒളു ഒന്നുകൂടി നന്നാക്കി ചെയ്തോളി. പ്രത്യേകമായിരിക്കുന്ന ഒരു ശോഭയുമായിക്കൊണ്ട് നാളെ പരലോകത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും. ഒന്നുമില്ല, പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ നിന്നാണ് ഒളു എടുത്തതെങ്കിൽ, അല്ലെ വീട്ടിൽ നിന്നാണ് ഒളു എടുത്തതെങ്കിൽ, ആ ഒളു എടുക്കുന്ന സന്ദർഭത്തിൽ ഒന്നുകൂടി കുറച്ച് മുട്ടിൽ നിന്ന് കുറച്ച് കയറ്റി കഴുകുക. നരിയാണിക്ക് മുകളിൽ നിന്ന് ഒന്നുകൂടി കാല് കഴുകുമ്പം ഒന്നുകൂടി കയറ്റി കഴുകുക. ആ കയറ്റി കഴുകുന്നത് പറയാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലെ ചില പദങ്ങൾ ഉപയോഗിച്ചു. ആ പുണ്യം എനിക്ക് നേടാൻ എന്താ ഭാരമുള്ളത്? പ്രത്യേകിച്ച് ഭാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ? ഒതെടുക്കുന്ന സമയത്ത് ഒന്ന് മുട്ടിൽ നിന്ന് ഒന്ന് മുന്നോട്ട് കയറിക്കുക, കയറ്റി കഴുകുക. അതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, വകസറത്തുൽ ഖുത്താ ഇലൽ മസാജിദ്. പള്ളിയിലേക്കുള്ള സ്റ്റെപ്പുകൾ എണ്ണം കൂട്ടാൻ വേണ്ടി നീ പരമാവധി പരിശ്രമിക്കുക.
ഒരാൾ വന്ന് പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, ഞാൻ എൻ്റെ വീട് പള്ളിൻ്റെ അടുത്തേക്കാക്കുകയാണ്, ജമായത്തിന് കൃത്യമായിട്ട് വരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വേണ്ട, നീ അത് ചെയ്യണ്ട, നീ ഇപ്പോഴുള്ള സ്ഥലത്ത് തന്നെ പള്ളിയിലേക്ക് വന്നോ, നിന്റെ കാൽപാദങ്ങൾ രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് നീ കുറച്ച് നടന്നു വന്നോ, ഒരു പ്രയാസവുമില്ല. അത് നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ മായാൻ, നിന്റെ പദവികൾ ഉയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി തീരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ ജമായത്തിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന പ്രത്യേകമായ പുണ്യത്തെപ്പറ്റി റസൂൽ പറഞ്ഞു. എന്നിട്ട് റസൂൽ നിർത്തിയില്ല, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിർവഹിച്ചതിന് ശേഷം മറ്റേ നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് യുദ്ധത്തിൽ നേരെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യന്മാരെ പോലെ, ഷഹീദാവാൻ വേണ്ടി, യുദ്ധത്തിൽ അടരാടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യന്മാരെ പോലെയാണ് എന്ത്, ഒരു നമസ്കാരം നിർവഹിച്ച് അടുത്ത നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കത് സുന്നത്തായ നമസ്കാരം നിർവഹിച്ച് ഒരു 5 മിനിറ്റ് നേരം ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മാലാക്കമാർ ഈ പള്ളിയിൽ വന്നിരിക്കുന്ന മനുഷ്യന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പടച്ചോനെ, ഒരു ദാസനിതാ വീട്ടിൽ നിന്ന് ഒന്നെടുത്ത് വന്നിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരവും നിർവഹിച്ച് ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിച്ച് ഈ വലിയ ജമാഅത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പടച്ചവനെ, ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസിൽ ആ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ മാലാക്കമാരുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്ന് ജമായത്തായ നമസ്കാരം നിർവഹിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നന്മയുടെ തുലാസിൽ അവിടെ നന്മ കൊണ്ട് എൻ്റെ തുലാസ് തൂങ്ങുകയും എനിക്ക് ആകാശഭൂമികൾക്ക് വിശാലമായിരിക്കുന്ന സ്വർഗപ്പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും. നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ഏത് നമസ്കാരത്തിലേക്ക്? ളുഹർ നമസ്കാരമാണെങ്കിൽ ളുഹർ നമസ്കാരത്തിലേക്ക്, സുബഹിയാണ് സുബഹി നമസ്കാരത്തിലേക്ക് പ്രവേശില്ല. അതിനു മുമ്പ് തന്നെ എനിക്ക് ഒരുപാട് പുണ്യങ്ങൾ കിട്ടുക. പക്ഷെ പലപ്പോഴും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോലും നമുക്ക് പലപ്പോഴും നേരം കിട്ടാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒന്നെടുത്ത് ഒന്ന് സ്റ്റെപ്പൊക്കെ എടുത്ത് വെച്ച് പള്ളിയിലേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തെ പറ്റിയ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്. അങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട്. ആ പുണ്യകർമ്മങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി, നന്മ ഏതാണെന്ന് മനസ്സിലാക്കി കൂടുതൽ റബ്ബിലേക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമുക്ക് സ്വർഗപ്പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സുന്നത്തായ കർമ്മങ്ങൾ നമ്മളൊരു വ്യാഖ്യാനം പ്രത്യേകിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. സുന്നത്തായ നിസ്കാരത്തെ പറ്റിയൊക്കെ മദ്രസ ക്ലാസ്സിൽ വെച്ച് പഠിച്ചു പോയതാണ്. എന്താണ്? എടുത്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തത്. അങ്ങനെ നമ്മൾ പഠിച്ചു പോയതുകൊണ്ട് തന്നെ സുന്നത്ത് നിസ്കാരങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാറില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ISMൻ്റെ ഒരു യോഗത്തിൽ ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, കുട്ടികളോട് ഞാൻ ചോദിച്ചു, ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒരു സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളും ഒഴിവാക്കാത്ത എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ ഒരു ക്രീമായിരിക്കുന്ന ഒരു ടീമിനോടാണ് ചോദിച്ചത്. എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ ഒരു 10-35 ഉള്ള കുട്ടികളുള്ള യുവാക്കളുള്ള അവർ വെച്ചിട്ട് ഒരു 8-9 ആളുകളാണ് കൈപൊക്കിയത്. എന്ന് പറഞ്ഞാൽ ആ ഒരാഴ്ചയിലുള്ള സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്ന ആരോഗ്യവാന്മാരായിരിക്കുന്ന 9 ആൾക്കാർ. ബാക്കിയുള്ളവർക്ക് ആരോഗ്യമില്ല, അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാനതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരത്തിൻ്റെ സുന്നത്ത് സുബഹി നമസ്കാരം നിർവഹിച്ചതിന് ശേഷം നിർവഹിച്ചു. അനുചരന്മാരോട് ചോദിച്ചു, പ്രവാചകനോട്, അല്ലയോ പ്രവാചകരെ, എന്താണ് ഒരു സുബൈക്ക് ശേഷം വീണ്ടും ഒരു നിസ്കാരം എന്ന് ചോദിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നമസ്കാരം ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, കട്ടാക്കൂല. ഏത്? സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കട്ടാക്കൂല. ചില ആളുകൾക്ക് അത് ശീലം ഉണ്ടാവില്ല. അത് ശീലമില്ലാതെക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? സുബൈക്ക് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്ന ഇപ്പോൾ 5:35 5:26 ബാങ്കെങ്കിൽ ഒരു 5 മണിക്കോ 5:05 5:10 ഒക്കെ എഴുന്നേൽക്കുകയും അങ്ങനെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവന് മാത്രമേ ആ സുന്നത്ത് കട്ടാവാതെക്കൂ. അല്ലാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം സുബൈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ കഴിയില്ല. സഹോദരിമാരുടെ കാര്യം അങ്ങനെ തന്നെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ എന്താ പറഞ്ഞറിയോ? ഇന്ന് ഒരു വിലപിടിപ്പുള്ള കാറിനെ പറ്റി ഞാൻ ചോദിച്ചപ്പം ഓരോ കുട്ടികളും ഓരോ വില പറഞ്ഞു. ഒരു 10 കോടി രൂപയുടെ ഒരു കാറ് പോർച്ചിൽ അങ്ങോട്ട് വെക്കുകയാണ്. 10 കോടി ഉറുപ്പിൻ്റെ കാറ് ഒരു പോർച്ചിലായിട്ട് വെച്ചു.
പ്രവാചകൻ പറഞ്ഞു, ഈ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ വേറൊരു ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചു, റക്അത്താ അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. 2 റക്അത്ത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും വലുതാണത്രേ. ഒന്നുമില്ല, എത്ര മിനിറ്റ് വേണം പ്രിയപ്പെട്ടവരെ? 2 മിനിറ്റ് കൊണ്ട് മാത്രം നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രബലമായിരിക്കുന്ന സുന്നത്ത് എൻ്റെ ജീവിതത്തിൽ ആയുസ് തീരുന്നത് വരെ ഞാൻ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നന്മയിൽ മുൻകടന്നവരായിക്കൊണ്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. അത് സുബൈ നമസ്കാരത്തിൻ്റെ ആ സുന്നത്തൊക്കെ നിർവഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ശീലമായിട്ട് വരണം. അത് നിർവഹിച്ചുകൊണ്ട് ഒരു ദിവസവും ഞാൻ അത്രയും പ്രതിസന്ധിയും പ്രയാസവും വരുന്ന ദിവസമല്ലാത്ത ഒരു ദിവസവും ഞാൻ ആ നമസ്കാരം കട്ടാക്കുകയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് നന്മയിൽ മുൻകടക്കാനും നമ്മുടെ തുലാസിൽ നമുക്ക് നന്മ തൂക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, പ്രവാചകന്റെ അടുക്കൽ വന്ന ഒരു അനുചരൻ ചോദിക്കുന്നുണ്ടല്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പൊ സാധാരണ പ്രവാചകൻ എന്താ മറുപടി പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടാകും, നീ അങ്ങോട്ട് വന്നു എന്നൊന്നും പറഞ്ഞില്ല. റസൂൽ എന്താ പറഞ്ഞത്? അഇന്നി അലാ കസ്റത്തി സുജൂദ്, സുജൂദുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്കാൻ നീ തയ്യാറുണ്ട് എങ്കിൽ എൻ്റെ കൂടെ നിനക്ക് സ്വർഗത്തിൽ വരാൻ പറ്റും. സുന്നത്ത് നിസ്കാരം കൂട്ടുക എന്നതിൻ്റെ അർത്ഥം. സുന്നത്ത് നമസ്കാരങ്ങളുടെ വർധനവ് നമുക്കുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. ഇതൊക്കെ വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ജാഗ്രതയാണ് വേണ്ടത്, ശ്രദ്ധയാണ് വേണ്ടത്, സൂക്ഷ്മതയാണ് വേണ്ടത്. എങ്കിൽ ഇത്തരം പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ നന്മ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും ഇങ്ങനെ നമ്മൾ പല ആൾക്കാരും നമ്മോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ശീലമായിട്ട് വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഞാനൊക്കെ അതിന് പറയാറുള്ള മറുപടി എന്താ വെച്ചാൽ, ഒരാഴ്ച നമ്മളൊന്ന് ട്രെയിൻ ചെയ്താൽ മതി. ഇപ്പം രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് തന്നെ ഒരു നിയ്യത്ത് വെക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. പടച്ചോനെ, നാളെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഒരു 3 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ, പടച്ചോനെ നാളെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എനിക്കൊരു മനസ്സുണ്ടാവണമേ, മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് തോന്നുക ആ അലാറം ആ ടൈമിന് അടിയുകയും അവിടെ നിന്ന് നമുക്ക് എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ ഒരു ചേഞ്ചിലേക്ക് നമ്മുടെ ജീവിതം മാറാം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റും. സ്വയം മാറ്റത്തിന് നമ്മൾ വിധേയമാവണം എന്ന് വല്ലാത്ത താല്പര്യവും ആഗ്രഹവുമുണ്ട് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. അങ്ങനെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ പുണ്യകർമ്മങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയി ധാരാളം നന്മകൾ ചെയ്ത് മുന്നോട്ട് പോവാൻ നമുക്ക് ശ്രമിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ഒരു ഭാഗം എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുവാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം വ്യക്തിപരമായിരിക്കുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് പുണ്യകർമ്മങ്ങൾ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്ന് ചോദിച്ചു, എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ, ഇന്ന് സുന്നത്തായിരിക്കുന്ന നോമ്പുള്ളവന് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ ആ പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്, സുന്നത്തായ നോമ്പ് ഞാൻ നോറ്റിട്ടുണ്ട്. അത് വ്യക്തിപരമായ കാര്യമാണ്. അടുത്ത അബൂബക്കർ സിദ്ദീഖ് റസൂലിന്റെ ഒരു ചോദ്യം, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിരിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാനിന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിസന്ധിയുള്ള കാര്യമേ അല്ല. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ അവർക്ക് തന്നെ ഭക്ഷണമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ പാവപ്പെട്ടവന് ഇന്ന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒരു മറുപടിയാ. അടുത്ത ചോദ്യം, മൻ ആദ മിൻകുമുൽ യൗമ മരീളൻ, ഇന്ന് ഒരു രോഗിന്റെ അടുത്ത് ആരെങ്കിലും പോയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇന്ന് ഒരു രോഗിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അവസാനത്തെ ചോദ്യം, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നൊരു മയ്യത്തിന്റെ കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ എന്താണെന്നറിയാമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിന് 4 എണ്ണത്തിനും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ എന്താണെന്നറിയാമോ? അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു രോഗിൻ്റെ അടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ
ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി ഇല്ലാത്തൊരു കാര്യമാണ് ഒരു രോഗിനെ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽവാസികളായിരിക്കുന്ന ആളുകൾക്ക് മാസങ്ങളോളം രോഗികളായി കിടന്നിട്ട് പോലും ഒന്ന് അവിടെ ചെന്ന് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന നടത്താൻ പലപ്പോഴും നമുക്ക് സമയം ഉണ്ടാവാറില്ല എന്നുള്ളത് ശരിയാണ്. ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ പലപ്പോഴും നമുക്ക് ആ ഒരു വിഷയം വരുന്ന സന്ദർഭത്തിൽ ഒരു പരാജയം സംഭവിക്കും. ഞാൻ അതിൻ്റെ വേറൊരു ഭാഗം ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലായി. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ രാവിലെ ഒരാളെ എടുത്ത് ചെന്നിട്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോരുകയാണ്. എന്ത്? രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോരുക. റസൂൽ പറഞ്ഞു, വൈകുന്നേരമാകുന്നത് വരെ 70,000 മലക്കുകൾ വൈകുന്നേരം വരെ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ത്? ഞാനൊരു രോഗിൻ്റെ അടുത്ത് പോയതിന്, ആ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതിന് 70,000 മലക്കുകൾ ഈ പോയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചോനെ, ഒരു ദാസൻ ഒരാളെടുത്ത് വന്ന് രോഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശിഫക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്നുണ്ട്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയും ഖൈറും ബർക്കത്തും ഉണ്ടാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മലക്കുകൾ എൻ്റെ കൂടെ വരികയാണ്. എത്ര ഉണ്ട് എന്നറിയാമോ? 70 അല്ല, 700 അല്ല, 70,000 മലക്കുകൾ എന്ന ഹദീസിന്റെ റിപ്പോർട്ടിലുള്ളത്. ഹദീസ് പരമ്പര, കുറ്റമറ്റ പരമ്പരയിൽ വന്നിരിക്കുന്ന ഒരു ഹദീസാ. എന്താ അവിടെ എനിക്ക് ഭാരമുള്ളത്? എൻ്റെ പെട്രോളിൽ നിന്ന് ഒരു 10-20 രൂപൻ്റെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന മാസങ്ങളോളം കിടക്കുന്ന എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന എൻ്റെ കുടുംബക്കാരൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് പ്രാർത്ഥിച്ചു പോരാൻ കഴിയും. അത് പ്രാർത്ഥിച്ചു വരുമ്പം എൻ്റെ നന്മയുടെ തുലാസിൽ ഒരുപാട് ഖനം തൂങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എന്തോ എന്നറിയില്ല, നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കത് കാണാൻ കഴിയില്ല. പിന്നുള്ള മയ്യത്തുസ്കാരമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ ചെയ്തിട്ട് കാരണം. മയ്യത്തുസ്കാരത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും കരുതിയെന്ന് വെച്ചാൽ ഒരു മരണ വീട്ടിൽ പോയിട്ട് മുഖം കാണിച്ച് തിരിച്ചു പോന്നാൽ അയാൾക്ക് കൂലി ഉണ്ട് എന്നാ. അപ്പോൾ ഹദീസൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കൂലിയെ പറ്റി പറഞ്ഞപ്പോൾ മയ്യത്ത് കാണുക എന്നുള്ളത് അത്ര വലിയൊരു കൂലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വായിച്ച ഹദീസിലൊന്നും മയ്യത്തിൻ്റെ മുഖം കണ്ടിട്ട് തിരിച്ചു പോന്നാൽ കൂലി കിട്ടുമെന്ന് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞു തന്നാൽ മതി. പക്ഷെ അവിടെ പോയി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് കൂലി കിട്ടും. പക്ഷെ ഹദീസുകളൊക്കെ പരിശോധിച്ചപ്പോൾ മയ്യത്ത് പോയി നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ താല്പര്യം കാണിച്ചാൽ, ഒരു പക്ഷേ ഖബറിൽ വെക്കുന്നതും മരണാനന്തര കർമ്മങ്ങൾ മുഴുവൻ ചെയ്യാനൊന്നും ചിലപ്പോൾ നേരല്ലെങ്കിലും മയ്യത്ത് നമസ്കരിച്ചു കൊണ്ടാണ് ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുന്നെങ്കിൽ, ഉംറക്കും ഹജ്ജിനും പോയിരിക്കുന്ന ആളുകൾക്കറിയാം, ഉഹുദ് മലയുണ്ട്, ഒരു ഖീറാത്ത് പ്രതിഫലം അയാൾക്കുണ്ട്. ഒരു ഖീറാത്ത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ മിസ്ല ജബൽ ഉഹദ്, ഒരു ഉഹുദ് മലക്ക് സമാനമായിരിക്കുന്ന കൂലി. നിങ്ങൾ ആലോചിച്ച് നോക്കി, സഹോദരിമാർ പോകുമ്പോൾ തന്നെ മയ്യത്തുസ്കാരത്തിന് ചില വീട്ടിൽ സൗകര്യം ഉണ്ടാവില്ല. പക്ഷെ അവിടെ എങ്ങനെയെങ്കിലും ഒരു മയ്യത്തുസ്കാരത്തിന് സ്റ്റാൻസ് ഉണ്ടാക്കണം. സോക്സ് കയ്യിൽ വെച്ച് പോകണം എന്നർത്ഥം. എന്നിട്ട് നമസ്കരിച്ചിട്ട് പോരുക. ചില വീടുകളിൽ നമ്മൾ സോക്സ് കയ്യിൽ വെച്ച് പോയിട്ടും ഇവിടെ നമസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ വീടുകളുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ നമസ്കാരത്തിനൊരു സൗകര്യം ഉണ്ടാക്കി നമസ്കരിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. ഞാനത് നിർവഹിച്ചിട്ടുണ്ട്, എനിക്കത് പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരാളെന്ത് ചെയ്തു? എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ എനിക്ക് ആ ഖബറിൻ്റെ അടുത്തൊന്ന് പോയിട്ട് 3 പിടി മണ്ണ് വാരി ഖബറിലേക്ക് എറിഞ്ഞ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്നുള്ളത് എല്ലാവരും ചൊല്ലിത്തീരുന്നത് വരെ എനിക്ക് ചൊല്ലിത്തീരാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിലെ പ്രാഥമികമായിരിക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു പോരുമ്പം എനിക്ക് 2 പ്രതിഫലമാണുള്ളത്. പ്രവാചകൻ പറഞ്ഞു, നമസ്കരിച്ചതിൻ്റെ ഒരു ഖീറാത്തും നീ മരണാനന്തര കർമ്മങ്ങളിൽ പൂർണ്ണമായി പങ്കെടുത്തതിൻ്റെ 2ാമത്തെ ഖീറാത്ത് പ്രതിഫലവുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഉറച്ചു വിശ്വാസമുണ്ട്, ഒരു മയ്യത്ത് നമസ്കാരവും അനുബന്ധ കർമ്മങ്ങളിലും പങ്കെടുത്ത് തിരിച്ചു വരുന്ന ഒരു മനുഷ്യൻ അയാൾ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ മാഞ്ഞുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അയാൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. ഇത് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 യെസ് എന്ന് പറഞ്ഞപ്പം പ്രവാചകൻ പറഞ്ഞു, ഇത്തരം ഒരു ക്വാളിറ്റി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിലായിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചൂണ്ടി പറഞ്ഞതാ, ഇത്തരം ഒരു ക്വാളിറ്റി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നിത്യജീവിതത്തിൽ തന്നെ ഒരുപാട് സുന്നത്താണ് നമ്മൾ പറഞ്ഞ എടുത്താൽ കൂലിയുള്ളത്.
ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തത് എന്ന് നാം വ്യാഖ്യാനം പഠിച്ചിരിക്കുന്ന ആ പുണ്യകർമ്മങ്ങൾ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തിൽ, സംതൃപ്തിയിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഒരു പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ചെയ്യാൻ തൗഫീഖ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രവാചകൻ തന്നെ പറഞ്ഞില്ലേ, ഒരു യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്ന ഒരാളും വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന ഒരാളുടെയും പദവിയെപ്പറ്റി പ്രവാചകൻ പറഞ്ഞപ്പോൾ, യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്ന മനുഷ്യനേക്കാൾ വലിയ പദവി വിരിപ്പിൽ മരണപ്പെട്ട് കിട്ടിയിരിക്കുന്ന മനുഷ്യന് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ, വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യൻ, യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യനേക്കാൾ ഒരു കൊല്ലം കൂടി അധികം ജീവിച്ചിരുന്നോ? പ്രവാചകനോട് പറഞ്ഞു, അതെ, ഒരു കൊല്ലം, ഒരു റമളാൻ കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ റമളാൻ കിട്ടിയത് മാത്രമാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ പദവി ഉണ്ടാവാൻ കാരണം. ഒരു പക്ഷേ ഇന്ന് ഒരു രോഗിയെ സന്ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, അതിനെനിക്ക് കൂലിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു രോഗി എൻ്റെ നാട്ടിൽ കുറേ ദിവസമായിട്ടുണ്ട്. നാളെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. സത്യത്തിൽ ഒരിക്കലും തന്നെ ആ രോഗിയെ കാണാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പുണ്യകർമ്മം നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഏതൊരു വിഷയവും അങ്ങനെ നോക്കുമ്പോൾ, നാളേക്ക് നമ്മളൊരു പുണ്യകർമ്മം മാറ്റിവെക്കുമ്പോൾ ആ പുണ്യകർമ്മം ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞു വേഗത്തിൽ ഓടിപ്പോകുമ്പോൾ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, എന്താണ് കുറച്ച് തിരക്ക്? ഒന്നുമില്ല, സ്വതക്ക കൊടുക്കേണ്ട ഒരു ചെറിയ സാധനം എൻ്റെ വീട്ടിൽ അവശേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതാണ്. അത് കൊടുത്തു തീർക്കാൻ വേണ്ടി, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗത്തിൽ ഓടിപ്പോയത്. പ്രവാചകൻ പറയാനുള്ള കാരണം, നന്മ ചെയ്യാനുള്ള അവസരങ്ങളെ ഒരിക്കലും തന്നെ മുന്നോട്ട് നീട്ടിവെക്കാത്ത രൂപത്തിൽ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ ഭാഗം, നന്മയുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്തെ സൂചിപ്പിക്കുവാനുള്ളത്. ഞാനിത് പറഞ്ഞപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ ഏറ്റവും കൂടുതൽ നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫർളായിരിക്കുന്ന നന്മകളെ സംബന്ധിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ നിസ്സാരമായിട്ട് നിങ്ങളും ഞാനും തള്ളുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ആ കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ധാരാളം നന്മകൾ നേടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. തിന്മകളും നമ്മുടെ ഭാഗത്ത് ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചരിത്രം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി സൗന്ദര്യവതിയായിരിക്കുന്ന ഒരു പെണ്ണ് ശ്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരമായി കൊണ്ട് ഖുർആൻ പറഞ്ഞൊരു ഭാഗമുണ്ട്, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ. ഈ നന്മ ചെയ്യാനുള്ള മനസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന, മനസ്സ് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ നന്മകൾ ചെയ്യാനുള്ള താല്പര്യം പോലെ തന്നെ അല്ല, അതിനേക്കാൾ കുറച്ച് ഗൗരവമായിക്കൊണ്ട് ധാരാളം തിന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലെല്ലാം തന്നെ വന്നു പെട്ടിരിക്കും. അവിടെ ജാഗ്രത പുലർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തെറ്റായിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ആ തെറ്റിൽ നിന്നും മാറി നന്മയുടെ വഴിയിലേക്ക് പോവാനുള്ള ഒരവസരം കൂടിയായിക്കൊണ്ട് ഈ പരിശുദ്ധ റമളാനിലെ ഓരോ ഭാഗത്തെയും നമ്മൾ മാറ്റിവെക്കേണ്ടതെന്ന പ്രവാചകൻ പറഞ്ഞു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ, നിങ്ങളുടെ കാലത്തൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന തിന്മകളുണ്ടല്ലോ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതൊക്കെ വലിയ തിന്മയായിട്ടാണ് ഞങ്ങൾ കാണാറുള്ളതെന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഖസീറ എന്ന് പറഞ്ഞ ഒരു പദം ഉപയോഗിച്ചു. നമ്മൾ എത്രമാത്രം നിസ്സാരമായിട്ടാണ് ഇത്തരം തിന്മകളെ കാണാറുള്ളത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഖസീറ എന്ന് പറഞ്ഞ പദത്തിനർത്ഥം കുള്ളത്തി എന്നാണ് അതിനർത്ഥം. നമ്മൾ എത്രമാത്രം നിസ്സാരമായിട്ടാണ് ഇത് കാണുക. ഒന്നുമില്ല, ഖസീറ, ഐറ്റ് കുറഞ്ഞിട്ടുള്ള ആളാണ് സഫിയ റളിയല്ലാഹു അൻഹ. അവിടെ കുള്ളത്തി എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണെല്ലാം ചുവത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട്. നീ സംസാരിച്ച വാക്കുണ്ടല്ലോ, ഈ വാക്കെങ്ങാനും കടലിൽ ലയിച്ചു പോവുകയാണെങ്കിൽ കടലിലുള്ള വെള്ളം മുഴുവൻ മാലിന്യമായി പോവാൻ, അത് കേടായി പോകാൻ മാത്രമുള്ള ഒരു വാക്കാണ് നീ സംസാരിച്ചത്. ഒരു വല്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. നമ്മൾ നിസ്സാരമായിട്ടാണ് പലപ്പോഴും പല ആൾക്കാരുടെയും പേര് വിളിക്കുക. കുട്ടികൾ അധ്യാപകന്മാരുടെ യഥാർത്ഥ പേരറിയാത്ത
കുട്ടികളാണ് ധാരാളമുള്ളത്. അധ്യാപകന്മാർക്ക് മുഴുവനും ഒരുപാട് നിക്നെയിമുകളുണ്ട്. അവരെ യഥാർത്ഥ പേര് വിളിച്ചാൽ ഒരിക്കലും അറിയാത്ത സാഹചര്യമടക്കമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളത് വളരെ നിസ്സാരമായിട്ടായിരിക്കും നമുക്ക് തോന്നുക. പക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുള്ളത്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പദം കളിയാക്കിക്കൊണ്ടല്ല പറഞ്ഞത്. ഐറ്റ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ആ പദം ഉപയോഗിച്ചപ്പോൾ ആ പദം വഴി കടലിലെ മുഴുവനും വെള്ളവും മാലിന്യമായി പോകാൻ മാത്രമുള്ള ഗൗരവമുള്ള വിഷയമാണ് നീ ചെയ്തത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മത നമ്മൾ ആ വിഷയത്തിൽ കാണിക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അങ്ങനെ തെറ്റുവരാനുള്ള ഏരിയയിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റ് വരും. പക്ഷെ അത് വീണ്ടും 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 ചെയ്ത് അത് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തിന്മ കാണുന്ന സന്ദർഭത്തിൽ തിന്മയെപ്പറ്റി അവൻ്റെ കാഴ്ചപ്പാട് തന്നെ ഒരു വലിയ മലയുടെ ചുവട്ടിലിരിക്കുന്ന ഒരാളെ പോലെയാണ്. എന്താ മലന്റെ പ്രത്യേകത? ആ മല അവൻ്റെ തലയിലേക്ക് വീണുപോകുമോ എന്ന് പേടിയോടുകൂടി ആ മലക്ക് ചുവട്ടിലിരിക്കുന്നവനെ പോലെയാണ് വിശ്വാസിയായിരിക്കുന്ന മനുഷ്യൻ ഒരു തിന്മയെ കാണാനാ. എന്നാലോ ഒരു ഫാജിറായിരിക്കുന്ന ഒരു നിഷേധിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ തിന്മയെ കാണുക കദുബാബിൻ മറ അലാ അൻഫിഹി, തൻ്റെ മൂക്കിലൊക്കെ തൻ്റെ മുഖത്തൊക്കെ ഇടക്ക് വന്നിരിക്കുന്ന ഈച്ചയെ പോലെ. ആ ഈച്ചയെ ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞാൽ ആ ഈച്ച അങ്ങ് പോകും. അതേ രൂപത്തിൽ വളരെ നിസ്സാരമായി കൊണ്ടാണ് ഫാജിറായിരിക്കുന്ന മനുഷ്യന്മാർ തിന്മയെ കാണുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇതേപോലെ ആ മല തൻ്റെ മുകളിലേക്ക് വീഴുമോ എന്ന് പേടിയുള്ള രൂപത്തിൽ തിന്മയെ കാണാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തകന്മാരായിരിക്കുന്ന ഞാനും നിങ്ങളും, കുടുംബജീവിതം നയിക്കുന്ന ഞാനും നിങ്ങളും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരുന്ന ഒരു വലിയ തിന്മയാണ് ഊഹം. നമുക്കറിയാം, ഈ ഊഹവും തെറ്റിദ്ധാരണയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം ചെറുതല്ല. നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് അപരാധം പറഞ്ഞു പരത്തിയതുമായി ബന്ധപ്പെട്ട് പറയുവേ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകൾ അത് കൃത്യമായ ആരോപണമാണെന്ന് പറഞ്ഞില്ല, മാത്രവുമല്ല വിശ്വാസികളെ സംബന്ധിച്ച് നല്ലതു മാത്രം ചിന്തിക്കാനുള്ള ഒരു മനസ്സ് എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ല എന്ന ഖുർആനിന്റെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെയെങ്കിലൊക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഊഹവും തെറ്റിദ്ധാരണയും. അതുകൊണ്ടായിരിക്കാം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറം മിനൽ-വന്നി ഇന്ന ബഅദൽ-വന്നി ഇസ്മുൻ, സത്യവിശ്വാസികളെ ഊഹത്തിൽ നിങ്ങൾ എല്ലാറ്റിനെയും വെടിയണം. ആ ഊഹമുണ്ടല്ലോ മിക്കതും ഖേദകരമായിരിക്കുന്ന കുറ്റകരമായിരിക്കുന്ന കാര്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഊഹത്തെ പോലെയുള്ള കാര്യങ്ങൾ, മറ്റു മനുഷ്യന്മാരെ കളിയാക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചാൽ തന്നെ നല്ലൊരു മനുഷ്യനായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞില്ലേ, എത്രയോ നോമ്പുകാരുണ്ട്, ഒരുപാട് നോമ്പുകാരുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ പട്ടിണി കിടക്കുന്നു. പക്ഷേ ആ ദാഹമല്ലാത്ത വിശപ്പല്ലാത്ത ഒന്നും അവർക്ക് കിട്ടുന്നില്ല. കാരണം എന്താണ്? അവൻ്റെ സംസാര മധ്യേ അവൻ മറ്റു മനുഷ്യന്മാരുടെ പച്ചമാംസം കൊത്തി തിന്നാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ഗീബത്ത് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്ക് വരുന്നെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ പോലും ബാത്തിലായി പോകും. പ്രവാചകൻ ഒരിക്കൽ ചോദിച്ചു, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? അനുചരന്മാർ പറഞ്ഞു, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത മനുഷ്യന്മാരാണ്, ദീനാറും ദിർഹമും ഇല്ലാത്ത മനുഷ്യന്മാരാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദീനാറും ദിർഹമൊന്നും ഇല്ലാത്ത ആൾക്കാരല്ല, നമസ്കരിക്കുന്നവനാണ്, സക്കാത്ത് കൊടുക്കുന്നവനാണ്, നോമ്പ് നോറ്റവനാണ്. പക്ഷേ അവൻ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്തിട്ടും നാളെ പരലോകത്ത് ചെല്ലുമ്പം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവനാണ് മുഫ്ലിസ്. പ്രവാചകൻ ഒന്നുകൂടി ഗൗരവമായി പറഞ്ഞു, ഒരു മനുഷ്യനെ പറ്റി ഞാൻ പച്ചമാംസം കൊത്തി തിന്ന് അയാളെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു, ആ മനുഷ്യൻ്റെ തിന്മകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് എനിക്ക് തരികയാണ്, എൻ്റെ നന്മകൾ മുഴുവനും എടുത്തങ്ങട്ട് കൊടുക്കുകയാണ്. എടുത്ത് അവസാനം കൊടുത്തിട്ട് അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ അയാളുടെ തിന്മകൾ മുഴുവൻ എടുത്തിട്ട് എനിക്ക് സമർപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തിയ, നമസ്കാരം കൃത്യമായി നിർവഹിച്ച, നോമ്പ് കൃത്യമായി നോറ്റ,
കണക്കനുസരിച്ച് കൊണ്ട് സക്കാത്ത് കൊടുത്ത ഞാൻ നരകത്തിലും, അത്രയൊന്നും സജീവമല്ലാത്ത ആ മനുഷ്യൻ, അയാൾ നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ അത്ര ആക്റ്റീവല്ല, ആ മനുഷ്യൻ നരകത്തിലേക്ക്, അവൻ സ്വർഗത്തിലേക്കും പോവുക. എന്തേ കാരണം? എൻ്റെ ഇബാദത്തുകൾ മുഴുവനും ഞാൻ ചെയ്തിരിക്കുന്ന തിന്മയുടെ ഫലമായിക്കൊണ്ട് ആ മനുഷ്യന് ചാർത്തി കൊടുക്കുന്ന ഏറ്റവും ദയനീയമായിരിക്കുന്ന ഒരു രംഗം നമുക്ക് വരാതിരിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും തിന്മയിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ടും നമ്മുടെ കർമ്മ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണ് എങ്കിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമുക്ക് നോമ്പിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, റയ്യാൻ എന്ന് പറഞ്ഞ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ടൊരു വലിയ ഗുണം കൂടിയുണ്ട്. കാരണം പ്രവാചകൻ പറഞ്ഞു, ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ ഈ തിന്മകളൊക്കെ മാഞ്ഞു പോകും. പ്രവാചകൻ പറഞ്ഞു, ഇത്തക്കില്ല ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. തിന്മ ചെയ്തു കഴിഞ്ഞാൽ നീ നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. തംഹുഹ, അത് മാച്ചു കളയും, തിന്മയെ മാച്ചു കളയും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോകും. ആ തെറ്റുകൾ മായാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നന്മകൾ ധാരാളം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ റബ്ബിലേക്കടുത്ത്, അള്ളാഹുവിലേക്കടുത്ത് സ്വർഗപ്പൂങ്കാവനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം, കരഞ്ഞ കണ്ണോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാം. സുന്നത്തായ നമസ്കാരങ്ങളുടെ സുജൂദുകളിൽ പ്രാർത്ഥന സെലക്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ വിട്ടുപോയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം ഒരു ചെറിയ പ്രാർത്ഥന പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയൊരു തൗഫീഖായിരിക്കും. 30 ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാകും. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞ ഇമാമ് കുറച്ചൊക്കെ സുജൂദിലധികം കിടക്കുമ്പോൾ, ആ അവസാനത്തെ 10 കുറച്ച് കിടക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥനകൾ കുറച്ച് അറിയെങ്കിൽ ആ പ്രാർത്ഥനയൊക്കെ എനിക്ക് അവിടെ നടത്താൻ പറ്റും. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ അല്ലാഹുമ്മ തുഹിറു ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനൽ റിയാ വഐനി മിനൽ ഖിയാന വലിസാനി മിനൽ കദിബ്. ഓരോ സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിലൊക്കെ പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് പറ്റിയാൽ ജീവിതത്തിൽ വലിയ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകും. ദിവസവും സുബഹിക്ക് ശേഷം ഒരു പ്രാർത്ഥന, അതൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് കിട്ടാവുന്ന അവസരങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളായിരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് നൽകിയിട്ടുണ്ട്. വളരെ പ്രയാസത്തോടുകൂടി മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. അള്ളാഹുവേ, അവരുടെ രോഗം നീ എത്രയും പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാനുള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാണ് അവിടെ നാഥ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയിരിക്കുന്ന സത്യവിശ്വാസികളായ നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി അനുഗ്രഹിക്കുകയും മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് വളരെ സംതൃപ്തിയോടുകൂടി മരണപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിലൊക്കെ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹുവേ നീ ആത്മാഭിമാനവും ആത്മധൈര്യവും നൽകി അടർക്കളത്തിൽ സജീവമായിട്ട് ഇടപെടാനും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകാനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. മറ്റു ചില പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. NRC പോലെയുള്ള പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളൊക്കെ ഇവിടെ നടപ്പായി കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഈ സാഹചര്യത്തിൽ കഴിയുക. അള്ളാഹുവേ, ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും മുസ്ലിം സമുദായത്തിന് നീ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ധാർമ്മിക ബോധം നൽകുകയും അധാർമിക പ്രവർത്തനങ്ങളോട് നോ എന്ന് പറയാനുള്ളൊരു മനസ്സ് അവർക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന നല്ല മക്കളാക്കി മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഖബറിങ്കിൽ വന്ന് സലാം പറയുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ഏറ്റവും നല്ല ഇണകളെ സമ്മാനമായി നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.